ആലപ്പുഴയിൽ ഒരു ജാഥയ്ക്കിടയിൽ ഒരാളിൻ്റെ തോളിലിരുന്ന് ഒരിക്കലും വിളിച്ചുകൂടാത്ത സാമൂഹ്യ യോഗ്യമല്ലാത്ത അവലും മലരും മുദ്രാവാക്യമൊക്കെ കേട്ട് പൊട്ടിത്തെറിച്ചവർ, ഞെട്ടിത്തരിച്ചവർ, കോരിത്തരിച്ചവർ, കിടുങ്ങിയ കോടതികൾ, കുലുങ്ങിയ പത്രമാഫീസുകൾ ഇവരാരും മഹാരാഷ്ട്രയിലെ ഒരു തെമ്മാടി, ഒരു താന്തോന്നി രാഹുൽ ഗാന്ധിയുടെ നാവറുത്തുകൊണ്ടുവന്നാൽ 11 ലക്ഷം രൂപ താൻ സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് കണ്ട് ഒരുത്തനും കുലുങ്ങുന്നില്ല, അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല, അമർന്നങ്ങിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് അവൻ്റെയൊക്കെ ഉള്ളിൽ ബാധിച്ച ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും മനോഹരമായ രോഗലക്ഷണം. അന്ന് കുലുങ്ങിയെങ്കിൽ ഇപ്പോഴും കുലുങ്ങണ്ടേ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആലപ്പുഴയിൽ ഒരു ജാഥയ്ക്കിടയിൽ മുദ്രാവാക്യം വിളിച്ച ഒരു കുട്ടിയുടെ വിഷയത്തിൽ രാജ്യമാകെ കിലുങ്ങിയിരുന്നു. അന്നത്തെ ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും അതായിരുന്നു ചർച്ച. ഒരു പിഞ്ചു ബാലനെ നൊഞ്ചുപറ്റവർ നെഞ്ചു കൊടുത്ത് വളർത്തുന്നതിൽ നെഞ്ചുപൊട്ടി നെഞ്ചകം തകർന്ന് ഒരുപാട് നെഞ്ചുള്ള ആളുകൾ നെഞ്ചത്തടിച്ച് കരഞ്ഞ ആ കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അന്ന് വീഡിയോ ചെയ്ത ആളാണ്. തീർത്തും എതിർത്ത് അത് പാടില്ലെന്ന് പറഞ്ഞ്. ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ജനപ്രതിനിധി, മഹാരാഷ്ട്രയിലെ MLA, അവൻ ചാനലുകളോട് പൊതുയോഗത്തിലൊക്കെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നാവറുത്തുകൊണ്ടുവരുന്നതിന് 11 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ 2 മണ്ഡലങ്ങളിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച MPയുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും രാജ്യത്ത് കാണുന്ന അധികാരത്തിൻ്റെ അടയാള സ്ഥാനങ്ങളാകുന്ന സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ എഴുതി കൊടുത്ത കുടുംബത്തിലെ പിന്മുറക്കാരൻ്റെ നാവ് കണ്ടിച്ചുകൊണ്ട് വന്നാൽ 11 ലക്ഷം രൂപ. പരാതി കൊടുത്ത് ബുൽദാന പോലീസ് സ്റ്റേഷനിലോ മറ്റോ ഒരു FIR ഇട്ടു. അത്രയേ ഉള്ളൂ. ആരും ഒന്നും അനങ്ങുന്നില്ല. 2 കാരണം കൊണ്ടാണ് അനങ്ങാത്തത്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ പറഞ്ഞ ആളിൻ്റെ പേര് സഞ്ജയ് സിംഗ് എന്നോ എങ്ങനെയോ കണ്ടാണ്. അവൻ്റെ പേര് വേറെന്തെങ്കിലും സഞ്ജയ് ഖാനോ സജീവ് ഖാനോ അല്ലെങ്കിൽ സുബേർ ഊട്ടിയോ ആയിരുന്നെങ്കിൽ ഇളകി മറിഞ്ഞേനെ. കൃസംഗിയിലെ നമ്മുടെ മയ്യാറ്റുംകുഴി അച്ഛൻ എന്നൊക്കെ പറയുന്ന മൈലാഞ്ചിക്കാടുകളിൽ നിന്ന് ഇതൊക്കെ പഠിച്ചിറങ്ങിയ പിതാവുണ്ടല്ലോ, പുള്ളി, പിന്നെ നമ്മുടെ നിരീക്ഷകർ, വിശകലന വിദഗ്ധർ, കോടതികൾ, മുൻകോടതികൾ, സാംസ്കാരിക നായകൾ എല്ലാവരും ഇറങ്ങി കുരച്ചേനെ. പക്ഷേ ഇപ്പോൾ ആർക്കും അനക്കമില്ല. ഒരു FIR ഇട്ട് കേസെടുത്തു എന്ന് മാത്രം. പുതിയ കാലമാണ്, പുതിയ ഇന്ത്യയാണ്, പുതിയ സമൂഹമാണ്. പറയണമത് പറഞ്ഞേ പോകണം.